കാൽവരി മലമുകളിലേറി നീ ഞങ്ങൾക്കാ കാൽകരം തൂങ്ങി മരിച്ചുയിർത്തേകിയ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിർത്തേകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ, നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. ജനകനുടെ വലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനം പ്രതി വാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ. ആമേൻ ആമേൻ. നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. ശക്തിയോട് ബലമായി അഗ്നി മഴ വാ അടച്ച് കെട്ടി നിൽക്കല്ലേ, വാ പൂട്ടിട്ട് നിൽക്കല്ലേ, ഉള്ളു പൂട്ടിട്ട് നിൽക്കല്ലേ. അയൽക്കാരനെ നോക്കി കുനിഞ്ഞു നിൽക്കരുത്. നിന്നെ രക്ഷിക്കുന്നവൻ ഉയരത്തിലുണ്ട്. ഈ ഭൂമി ഒരുക്കി വെച്ച ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. എസ്കേപ്പ് ത്രൂ ജീസസ്. യേശു മുഖാന്തരം രക്ഷപ്പെട്ടുകൊള്ളുക. വാ തുറന്നു സ്തുതിക്കാം, ഉള്ളു തുറന്നു സ്തുതിക്കാം. ആമേൻ 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 ആമേൻ. അന്നു ഞങ്ങൾക്കുള്ള എന്നും കൂടെ ഉണ്ട് നുള്ള വാക്ക് തന്നവേ. എന്നും തന്നവേ നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്ത്. നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പിതാവേ, ഞങ്ങളുടെ ആരുടെ പോരായ്മയും സ്വർഗം കണക്കിടരുതേ. Bless us, O Lord. അങ്ങയുടെ ഏകജാതനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു യേശുവിൻ്റെ രക്തമുഖാന്തരം ഭയങ്കരനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുന്നു. Don't say no. Say everyone yes. എല്ലാവർക്കും അവരവരുടെ കണ്ണുനീരുടെ നിലവിളിക്ക് ഇന്ന് മറുപടി നൽകി അയക്കണം. ഞങ്ങൾക്ക് ശക്തി പകരണം, ഞങ്ങൾക്ക് ബലം നൽകണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. യാക്കോബ് ലേഖനം അധ്യായം 5
വചനം 13. ജെയിംസ് chapter 5 verse 13. യാക്കോബ് ലേഖനം 5:13. യാക്കോബ് നിരൂപം 5-ാം അധികാരം 13-ാം വചനം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. உங்களில் ஒருவன் துன்பப்பட்டால் அவன் ஜெபம் பண்ண கடவன். If we are afflicted, pray. God says, if any among you afflicted, let him pray. കഷ്ടതയാണോ, കണ്ണുനീരാണോ, ദുഃഖമാണോ, പരാജയമാണോ, പിറുപിറുപ്പാണോ, ഒറ്റ പോക്ക് വഴിയേ ഉള്ളു. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ ഒക്കെ തലകീഴായി ദൈവം മാറ്റിത്തരും. ആമേൻ, ആമേൻ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആർക്ക് കഷ്ടം? whom affliction? ആർക്ക് കഷ്ടം? യാർക്ക് തുன்பം? അതിന് മറുപടിയായി ദൈവം യോബ് മുഖാന്തരം നമ്മോട് ചോദിക്കുന്നത്, ആർക്ക് കഷ്ടം ഇല്ല? ആമേൻ. ആർക്ക് കഷ്ടം ഇല്ല? യോബ് 14:1 സ്ത്രീ പ്രസവിച്ച പുരുഷൻ കഷ്ടസമ്പൂർണൻ. മറുപടി അവിടെ ഉണ്ട്. സ്ത്രീ പ്രസവിച്ച പുരുഷൻ, സ്ത്രീ പ്രസവിച്ച സ്ത്രീ കഷ്ടസമ്പൂർണൻ. born of a woman full of trouble, full of trouble. ആർക്ക് കഷ്ടമില്ല? യോബിൻ്റെ മറുപടി, കഷ്ടം ഇല്ലാത്തവൻ ഒരുവനുമില്ല. ആമേൻ, ആമേൻ. ശാസന. ദൈവം ശാസിക്കും ദൈവമക്കളെ. അത് കഷ്ടമാണ്, അത് നമുക്ക് കഷ്ടമാണ്. ശിക്ഷ. ദൈവം ദൈവജനത്തെ ശിക്ഷിക്കും, അത് കഷ്ടമാണ്. ശോധന, അഗ്നി ശോധന. 10 മക്കളും നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന യോബുവിന് അത് ശോധന. അത് താങ്ങുന്നത് കഷ്ടമാണ്. ശാസന, ശിക്ഷ, ശോധന, കഷ്ടത. ഇത് 4 സ്വർഗത്തിലെ ദൈവം നീതിമാന്റെ ശിരസിൽ വയ്ക്കുന്ന ഗ്രീഡമാണ്. സമ്മതിക്കുന്ന ആളുകൾ, മനസ്സിലായ ആളുകൾ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശാസന, ശിക്ഷ, ശോധന, കഷ്ടത. ഇത് ദൈവം തൻ്റെ നീതിമാന് നൽകുന്ന ഗ്രീഡങ്ങളാണ്. മറുഭാഗത്തിൽ ദുഷ്ടന്, ദൈവം ദുഷ്ടനെ ശാസിക്കുകയില്ല. ശിക്ഷ ദുഷ്ടന് ഉള്ളതല്ല. കഷ്ടതയും ശോധനയും അവന് ഉള്ളതേ അല്ല. ദുഷ്ടന് ഉള്ളതോ നാശം, നാശം. ദുഷ്ടന് ഉള്ളതോ ദോഷം. ദുഷ്ടന് ഉള്ളതോ ശോധനയല്ല, പരീക്ഷ. Temptation. Temptation is quite different from test. പരീക്ഷ. പരീക്ഷ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നതല്ല. പരീക്ഷ നിന്നിൽ നിന്ന് നിനക്ക് വിരോധമായി വരുന്നത് പരീക്ഷ. നാശം, ദോഷം, പരീക്ഷ, അനർത്ഥം. ആ വാക്ക് പറയുവാനേ ഭയമുണ്ട്. അനർത്ഥം, ഈവിൾ.
സങ്കീർത്തനക്കാരൻ എഴുതുന്നു 34:21 അനർത്ഥം ദുഷ്ടനെ കൊല്ലും. ഇറ്റ് ഈസ് നോട്ട് ഫോർ എ റൈറ്റിയസ് മാൻ. അനർത്ഥം നീതിമാന് ഉള്ളതല്ല. പലർ പറയും എനിക്ക് എന്നും അനർത്ഥമാണ്. അല്ല സഹോദരങ്ങളെ, ദൈവമക്കൾക്ക് ഉള്ളത് അല്ല അനർത്ഥം, അത് ദുഷ്ടനുള്ളതാണ്. അനർത്ഥം ദുഷ്ടനെ കൊല്ലും. നാശം, ദോഷം, പരീക്ഷ, അനർത്ഥം ദുഷ്ടനുള്ളത്. ശാസന, ശോധന, ശിക്ഷ, കഷ്ടത ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന കിരീടങ്ങളാണ്. ആമേൻ. കഷ്ടത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സത്യ ദൈവം ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ദൈവമാണോ? വാ തുറക്കുന്നില്ല. നമ്മുടെ ദൈവം ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ദൈവമാണോ? അല്ലവേ അല്ല, അല്ലവേ അല്ല. അവൻ എന്ത് ചെയ്താലും അതിൻ്റെ അവസാനത്തിൽ ഒരു രക്ഷ, ഒരു അത്ഭുതം, ഒരു സൗഖ്യം, ഒരു സ്വർഗം കാണും. അതിന് മറുപടിയായി ഐശയ്യാ പ്രവാചകൻ 63:9 എഴുതുന്നു, നമ്മുടെ കഷ്ടത്തിൽ ഒക്കെയും അവൻ ദൈവം കഷ്ടപ്പെടുന്നു. ആമേൻ. നമ്മുടെ കഷ്ടത്തിലൊക്കെയും ദൈവം കഷ്ടപ്പെടുന്നു. നമ്മുടെ കണ്ണുനീരിലൊക്കെയും അവൻ കരയുന്നു. തൻ്റെ പ്രിയ സ്നേഹിതൻ ലാസർ മരിച്ചപ്പോൾ ബഥാനി പട്ടണത്തിൽ വന്ന യേശു ആളുകൾ കരയുന്നത് കണ്ട് അവനും കരഞ്ഞ്. ദിസ് ഈസ് ജീസസ്. അതാണ് യേശു. അവൻ ഇവിടെ ഉണ്ട്, അവൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളെ തൊടുവാൻ അവൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ സൗഖ്യമാക്കുവാൻ ഉണ്ട്. വഴി അടഞ്ഞു നിൽക്കുന്നുവോ? ഇടത്തും വലത്തും പുറകും മുമ്പിലും വഴി അടഞ്ഞ് ബ്ലോക്കായി വന്നിരിക്കുന്നുവോ? മറക്കരുത്, ഉയരത്തിൽ ഒരു വഴി ഉണ്ട്. നാം കഷ്ടപ്പെടുമ്പോഴൊക്കെയും നമ്മോട് കൂടെ ചേർന്ന് നിന്ന് കഷ്ടപ്പെടുന്ന ദൈവം നമുക്കുണ്ട്. ഐശയ്യാ പ്രവാചകന് എഴുതുന്നു. അതിൻ്റെ അർത്ഥം നാം അവന് വേണ്ടി കഷ്ടപ്പെട്ടാൽ, നാം ജീവന്റെ മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ, നാം വേദപുസ്തകത്തിൻ്റെ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ, വചനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ, യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ, അങ്ങനെ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടത്തെ ഈ ദൈവം ചുമക്കും. അതാണ് അതിൻ്റെ അർത്ഥം. നാം യേശുവിൻ്റെ മാർഗത്തിന് വേണ്ടി നീയും ഞാനും കഷ്ടപ്പെട്ടാൽ നിന്റെ കഷ്ടതയെ നീ ചുമക്കുക വേണ്ടി വരികയേ ഇല്ല, അവൻ ചുമക്കും. 100% 101% സത്യം. ആമേൻ. ആകയാൽ മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, എൻകറേജ് യുവർസെൽഫ്. ധൈര്യപ്പെടുക. നമുക്ക് ധൈര്യം തരുവാൻ ആരുണ്ട്? പ്രധാനമന്ത്രിയോ, പ്രസിഡന്റോ, മുഖ്യമന്ത്രിയോ? ഒരു പയലുകളും ധൈര്യം തരുകയില്ല. നമുക്ക് ധൈര്യം തരുവാൻ സ്വർഗത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ആ ധൈര്യം പ്രാപിച്ചെടുക്കുക, ആ ധൈര്യം പ്രാപിച്ചെടുക്കുക. ഇന്ന് ഈ വചനത്തിൻ്റെ ആഴത്തിൽ കടന്നുപോയി ധ്യാനിച്ച് നാം ബലം പ്രാപിക്കാൻ പോകുന്നു. യേശുവിൽ ബലം പ്രാപിക്കാൻ പോകുന്നു. ആർക്ക് കഷ്ടം? എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ ഒരു മനോഹരമായ വചനമുണ്ട്. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം അവൻ പഠിച്ചു. ബൈബിൾ ഉള്ള ആളുകൾ ഒന്ന് ഉയർത്തണം വേഗം. ദൈവത്തിന് സ്തോത്രം. ആ ബൈബിളിൻ്റെ താളുകൾ മറിക്കണം.
പറയുന്ന കീവേഡുകൾ അണ്ടർലൈൻ ചെയ്യണം, എഴുതിയെടുക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള തച്ചന്റെ മകൻ ദൈവത്തിന്റെ പുത്രൻ എങ്കിലും താൻ ജീവിതത്തിൽ അനുസരണം പഠിക്കേണ്ടതിന് അവൻ കഷ്ടത സഹിക്കേണ്ടി വന്നു. ആ സ്ഥലത്തിൽ നിങ്ങളും ഞാനും ആരാണ്? കഷ്ടതയെന്ന് പിറുപിറുക്കുന്നു, കഷ്ടതയെന്ന് ദൈവസന്നിധി വിട്ട് ഓടുന്നു. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പുത്രൻ പോലും കഷ്ടത സഹിച്ചു, യേശു പോലും കഷ്ടത സഹിച്ചു അനുസരണം പഠിക്കേണ്ടതിന്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവസന്നിധിയിൽ അനുസരിപ്പിക്കേണ്ടതിന് പിതാവാം ദൈവം കഷ്ടതയെ അനുവദിക്കും. കൈകളെ തട്ടണം. ഹല്ലേലൂയ. പുത്രൻ പോലും അനുസരണം പഠിക്കേണ്ടതിന് കഷ്ടത സഹിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുസരണം ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ അവൻ കഷ്ടതയെ അനുവദിക്കും. സത്യമാണ്. എന്തുകൊണ്ട്? ഈ കഷ്ടതയുടെ കാരണമേ അനുസരണക്കേടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വചനത്തിൽ ആദാമിന് ഹവ്വയെ നോക്കിക്കൊണ്ട് യഹോവ ദൈവം ഒരു ന്യായവിധി, ഒരു വിധി കൽപ്പിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ആ ശാപം നിമിത്തം കഷ്ടത നിന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കും. നിന്റെ നിമിത്തം, നിന്റെ അനുസരണക്കേട് നിമിത്തം. മറക്കരുത്, ഓരോ വചനവും അതിൻ്റെതായ വെയിറ്റ് ഉണ്ട്. കേട്ടുവിട്ട് കളയരുത്, കേട്ട് നട്ടുവയ്ക്കണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഏ മനുഷ്യ, ഏ സ്ത്രീ, നിന്റെ നിമിത്തം, നിന്റെ അനുസരണക്കേട് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അഥവാ ശാപമുഖാന്തരം വന്ന് ഭവിച്ച് കഷ്ടത അനുസരണക്കേട് മുഖാന്തരം. അങ്ങനെയാണെങ്കിൽ അനുസരണം പഠിക്കേണ്ടതിന് നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകണം. ആമേൻ. ഹല്ലേലൂയ. അനുസരിച്ചാൽ അനുഗ്രഹം. വാ തുറക്കുന്നില്ലല്ലോ. ആവർത്തനം 28:2 ഇഫ് യു ഒബേ ബ്ലെസ്സിംഗ്, അനുഗ്രഹം. രണ്ടാമത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ ദൈവ ശബ്ദം അനുസരിച്ചാൽ, പുറപ്പാട് പുസ്തകം 19:5 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അനുസരിച്ചാൽ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവം താൻ പ്രത്യേക സമ്പത്ത് എന്ന് കരുതുന്ന ആളിന്, വ്യക്തിക്ക്, മനുഷ്യന്, സ്ത്രീക്ക് ദൈവം പ്രത്യേക സ്ഥാനം നൽകും. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേക സമ്പത്തായിരിക്കുന്ന വ്യക്തികൾക്ക് അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായി മാറിയ വ്യക്തികൾക്ക് ദൈവം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനം നൽകും. എന്താണ് ആ സ്ഥാനം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 6-ാം അധ്യായം 44-ാം വചനത്തിൽ യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ, യേശുവായ ഞാൻ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ. ആമേൻ. ഒടുക്കത്തെ നാളിൽ നിനക്കൊരു പ്രത്യേക സ്ഥാനം നൽകും. ആർക്ക് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? യോഹന്നാൻ 6-ാം അധ്യായം 44-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ
ആരും ഒരുവനും തൻ്റെ പുത്രനായി ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. പിതാവിൻ്റെ ആകർഷണം ഒരുത്തന്മേൽ വീഴുന്നതാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം അവന് നൽകുന്ന പ്രത്യേക സ്ഥാനം. പിതാവിൻ്റെ ആകർഷണം വീഴുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായി യേശുവിൻ്റെ മുമ്പിൽ സറണ്ടറാകും. സറണ്ടറായി ജീവിക്കുന്നവന് സ്വർഗം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 6:44 അവള് ആ സഭയെ, ആ വ്യക്തിയെ യേശു കർത്താവ് അരുളി ചെയ്യുന്ന ഞാൻ ഒടുക്കത്തെ നാളിൽ അവന് ഉയർത്തെഴുന്നേൽപ്പിക്കും. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യേശു അരുളി ചെയ്യുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. യോഹന്നാൻ 11:25. യേശുവിൽ വിശ്വസിച്ചാൽ പാപക്ഷമ നമുക്ക് കിട്ടും. പാപക്ഷമ കിട്ടുന്നവൻ രക്ഷയെ കണ്ടെത്തും. രക്ഷയെ കണ്ടെത്തി തൻ്റെ പൊന്നോമന കുഞ്ഞായി ശിഷ്യനായി ജീവിക്കുന്നവന് ഒടുക്കത്തെ നാളിൽ മരണം നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് അരുളി ചെയ്യുന്ന ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിനാണ് കഷ്ടത. മറ്റവൻ അവിടെ മണ്ണോട് മണ്ണായി കിടക്കും. നിത്യ നരകത്തിൽ കിടന്ന് ഒരു നാളും ചാകാത്ത നരകം, ഒരു നാളും വേദന അനുഭവിക്കാത്ത അവസാനിക്കാത്ത നരകം നിന്നെയും എന്നെയും തൻ്റെ മാർബിൽ ചേർത്ത് ഒടുക്കത്തെ നാളിൽ നിത്യ ജീവന് വേണ്ടി ഉയിർപ്പിക്കും. ദാനിയേൽ 12:2 പ്രകാരം, യോഹന്നാൻ 5:29 പ്രകാരം, 1 തെസ്സലോനിക്കർ 4:16 പ്രകാരം, അപ്പോസ്തല പ്രവൃത്തികൾ 24:15 പ്രകാരം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:12 പ്രകാരം. അതാണ് ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പ്രത്യേക സ്ഥാനം, പ്രത്യേക സമ്പത്ത്. രണ്ടാമത്, why suffering? എന്തുകൊണ്ട് കഷ്ടത? യോബ് എഴുതുന്ന ഏറ്റവും നെരുക്കമും നെടുവീർപ്പും കണ്ണുനീരും നിന്ദയും പരിഹാസമും നീതിയുടെ മാർഗം നിമിത്തം അനുഭവിച്ച യോബ് എഴുതുന്ന 42:5 ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. I heard of you. Father God, I heard of you. ദൈവത്തെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴോ എൻ്റെ മക്കൾ 10 പേരും മരിച്ചപ്പോഴോ, എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിൽ വിശ്വാസ നിമിത്തം കലഹിച്ചപ്പോഴോ, വെണ്ണ കൊണ്ട് കഴുകി എൻ്റെ മേനി ചിരങ്ങ് പിടിച്ച് നാറിയപ്പോഴോ, ആശ്വസിപ്പാനും സഹതിപ്പാനും വന്ന 3 സ്നേഹിതന്മാർ ദൂരെ ഇരുന്ന് നിന്റെ നേരെ മണ്ണെടുത്ത് എറിഞ്ഞപ്പോഴോ, എഴുന്നേറ്റ് നിന്ന് മാനിച്ച ആളുകൾ ഇപ്പോൾ ദൂരത്ത് നിന്ന് എന്നെ ലാക്കാക്കി പരിഹസിച്ചപ്പോഴോ, ഇപ്പോഴോ എൻ്റെ ദൈവത്തെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. എത്ര വലിയ ഭാഗ്യം! ആ ഓരോ വാക്കും അതിൻ്റെതായ മതിപ്പുണ്ട്. ഇപ്പോഴോ ഞാൻ കാണുന്നു എന്നല്ല, എൻ്റെ കണ്ണാൽ ഞാൻ കാണുന്നു. ഇറ്റ് ഈസ് റിയൽ. ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സാധാരണ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കഷ്ടത എന്നെ പിഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ആ ഭാഗ്യത്തിനായി ദൈവം കഷ്ടത അനുവദിക്കും. 10-11 വയസ്സിൽ എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട ശപിക്കപ്പെട്ട ആളാണ് ഞാൻ.
എൻ്റെ അപ്പനോ അപ്പനോ ചെയ്തു തരുവാൻ കഴിയാത്ത വൻ കാര്യം സ്വർഗത്തിലെ ദൈവം ഈ അനാഥ ചെറുക്കന് ദൈവം ചെയ്ത് തന്ന് ഇതുവരെ നടത്തി. ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന അത്ഭുതമാണ്. എൻ്റെ ദൈവം വലിയവനാണ്, ഏറ്റവും വലിയവനാണ്. അവനെ ഞാൻ കാണുന്നു. കസ്റ്റഡിയിൽ ഞാൻ ദൈവത്തെ കേൾക്കുന്നില്ല, ഞാൻ കാണുന്നു, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. ഇതിന് താരതമ്യമായി ഒരു വചനം ഭക്തൻ എസ്രാ ശാസ്ത്രി സങ്കീർത്തനത്തിൽ എഴുതി വയ്ക്കുന്നു. സങ്കീർത്തനം 119:67 വചനത്തിൽ എസ്രാ ശാസ്ത്രിയുടെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. സാധാരണ ജീവിതത്തിൽ കഷ്ടത വരും മുമ്പ് 3 നേരം സാപ്പാട്, ഇടയ്ക്കൊരു സെക്കൻഡ് ഷോ സിനിമ, അല്പം മിനുക്കം, കള്ളുകുടി, കമ്പനി, ടൂറ്, ഹർത്താല്, ജാളി ഗുഡ് ലൈഫ്. ആ ജീവിതത്തിൽ ഞാൻ തെറ്റിപ്പോയി. കഷ്ടത എന്നെ പിടിക്കും മുമ്പ് I was wrong. ഞാൻ തെറ്റിപ്പോയി, ഞാൻ പിശകിപ്പോയി, ഞാൻ തടം പുരണ്ട് എൻ്റെ ജീവിതത്തിൽ തകടം മറിഞ്ഞ ജീവിതം, ഞാൻ തെറ്റിപ്പോയി. കഷ്ടത വന്നപ്പോഴോ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നു. ആമേൻ. കഷ്ടത വരും മുമ്പ് തെറ്റിപ്പോയി. കഷ്ടത വന്നപ്പോഴോ ദൈവത്തിൻ്റെ പൊന്നിനു മേലായ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് യോബുവിൻ്റെ വാക്കുകളുടെ പൊരുൾ. ഇദ്ദേഹം എസ്രാ ശാസ്ത്രി എഴുതുന്നത് അതാണ്. കഷ്ടതയ്ക്ക് മുമ്പ് കേട്ടിരുന്ന ഞാൻ കഷ്ടതയിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. കഷ്ടതയിൽ ദൈവത്തെ കാണുന്നു. അതിൻ്റെ അർത്ഥം കഷ്ടതയിൽ ഞാൻ ദൈവവചനത്തോട് മത്സരിക്കുന്നില്ല, അനുസരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. If you don't preserve the word of God and plant the mighty words into your deep heart, you shall be mistaken. മത്തായി 22:29, മർക്കോസ് 12:24. വചനം പ്രമാണിക്കാകയാൽ, വചനം അറിയായികയാൽ, വചനം നിന്റെ ഉള്ളിൽ നീ നട്ടു വയ്ക്കായികയാൽ നീ തെറ്റിപ്പോകും. വചനം അറിയുവാൻ, അനുസരിപ്പാൻ വേണ്ടി സ്വർഗത്തിലെ പൊന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കാറ് ഉണ്ട്. ആമേൻ. നിങ്ങൾ സന്തോഷമാണോ? ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണീർ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാടേയമേ, താങ്ങി നടത്തിടും കരത്താൽ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. கருடோம் நீன காவன் வேண்டதெல்லாம் தளராடு யாத்திரத்தோட நீடுக அழலேறும் ஜீவிட மறுவில் நீ தளருகையோ இனி சகஜே அழலேறும் ஜீவிட மறுவில் தளருகையோ இனி சகஜே அழலேறும் ஜீவிட வில் நீ தளருகையோ இனி. കഷ്ടതയിൽ കേട്ടിട്ടുള്ള ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. നമ്പർ 1. നമ്പർ 2, കഷ്ടതയിൽ ഞാൻ അനുസരണം പഠിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായി ഞാൻ മാറി. മനസ്സിലായോ? 3, സങ്കീർത്തനം 46:1. കഷ്ടങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും അടുത്ത തുണ. കഷ്ടത വരുമ്പോൾ നമ്മുടെ ആളുകൾ ഓടിക്കളയും. ഇനി ഇവൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. 600 എസ്കോർട്ട് നൽകുന്ന ആളുകൾ ദാവീദ് രാജാവിന് സൗലിനെ തീർത്ത് കെട്ടുവാൻ പ്രചോദനം, എൻകറേജ്മെൻ്റ് നൽകിയ 600 ആളുകൾ ദാവീദിൻ്റെ വീട് തീ വെച്ച് നശിപ്പിക്കപ്പെട്ട്, ദാവീദിൻ്റെ കുടുംബം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട്, മക്കൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട്, എല്ലാം നഷ്ടമായി എന്ന് കണ്ടപ്പോൾ ആ ആളുകൾ ദാവീദിനെ എറിയുവാൻ കല്ലെടുത്ത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേക്കാട്ടിലും സത്യമായ സംഭവങ്ങൾ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കഷ്ടത വരുമ്പോൾ മുങ്ങുന്ന ദൈവമല്ല, നിന്നെ താങ്ങുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ. അത് വിശ്വസിക്കുന്നുവോ? വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിനക്കൊരു കഷ്ടത വരുമ്പോൾ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, മൈ ഗോഡ് ഈസ് എ പ്രസന്റ് ഹെൽപ്പ്. അവൻ ഏറ്റവും അടുത്ത തുണ. കിങ് സാലമൻ എഴുതുന്നു, അയൺ ഷാർപ്പൻസ് അയൺ. സദൃശവാക്യം 27:17. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും. യേശുവുമായി കൈപിടിച്ച് നടന്നാൽ നീ മറ്റൊരു യേശുവായി അവൻ തീർക്കും. റബ ലഞ്ചന ശാലദം ധനദബ. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും. 40 നാളുകൾ വെള്ളമും ഊണും ഇല്ലാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് മടങ്ങുന്ന മോശയുടെ മുഖം. പുറപ്പാട് പുസ്തകം 34:29-30 വചനങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. സാധാരണ മനുഷ്യർ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ മോശയുടെ മുഖം തിളങ്ങി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അയൺ ഷാർപ്പൻസ് അനദർ അയൺ. ഇരുമ്പ് മറ്റൊരു ഇരുമ്പിന് മൂർച്ച നൽകും. എന്തിനവൻ അടുത്തു വരുന്നത്? നമ്മുടെ കഷ്ടതയിൽ തമ്പുരാൻ യേശു നമുക്ക് തുണയായി നമ്മുടെ അടുത്ത് വരുന്നത് എന്തിന്? നമുക്ക് ബലം നൽകുവാൻ, ദുഷ്ടന്റെ കയ്യെ ഒടിക്കുവാൻ. ആമേൻ. സങ്കീർത്തനക്കാരൻ അത് വിശദമായി എഴുതുന്നു. 37:17
ദുഷ്ടന്റെ ഭുജം ഒടിഞ്ഞു പോകും. എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അവനെ ഒടിക്കും, നിന്നെ താങ്ങും. ദുഷ്ടനെ ഒടിക്കും. അത് ബൈബിളിൽ നെടുനീള നാം കാണുന്നു. സദൃശവാക്യം 4:18 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നീതിമാന്റെ മാർഗമോ നട്ടുച്ചവരെ അധികം ശോഭിക്കും. നീ വളരും. നീ യേശുവിനെ തിരഞ്ഞെടുത്താൽ, ബുദ്ധിരനെ തിരഞ്ഞെടുത്ത് പാപമോചനം പ്രാപിക്കാനുള്ള ട്രാക്കിൽ നിന്റെ മനസ്സ് തിരിഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ആകർഷണം നിന്റെ ശിരസിൽ വീഴും. അപ്പോൾ മുതൽ നീ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായിരിക്കും. ഒടുക്കത്തെ നാളിൽ വലിയ ആളുകൾ നരകത്തിന് കിടന്ന് ഉറങ്ങുമ്പോൾ യേശു കർത്താവ് തന്നെ നിന്നെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ വരുന്നത് നിനക്ക് തുണയാക്കുവാൻ, ദുഷ്ടനെ ഒടിക്കുവാൻ, നിന്നെ വളർത്തുവാൻ. 2 സാമുവേൽ 3:1 സൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു പോയപ്പോൾ ദാവീദിന്റെ ഗ്രഹം ബലമായി തീർന്നു. ആമേൻ. 3 ചെറുക്കന്മാർ, ദാനിയേലുടെ ഫ്രണ്ട്സ്, രാജാവിൻ്റെ നീച കൽപ്പനയ്ക്ക് എതിർത്ത് നിന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യം, ഞാൻ ആരാധിക്കുന്ന ദൈവം ഒരു തുണ്ട് വിഗ്രഹമല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവം കത്തുന്ന തീ ജ്വാല, അവൻ ആത്മാവാം ദൈവമാകുന്നു. Therefore I cannot kneel down human made idol. മനുഷ്യൻ നിർമ്മിച്ച, അത് രാജാ നിർമ്മിച്ചതായാലും വിഗ്രഹം തന്നെയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന രാജാവിൻ്റെ ക്രോധം മൂത്ത് പതിവായി ചൂട് പിടിപ്പിക്കുന്നതേക്കാൾ 7 ഇരട്ടി ചൂട് പിടിപ്പിച്ച് ഈ 3 പേരെയും പട്ടാളത്തോട് കൽപ്പിച്ച് തൂക്കി തീയിൽ എറിയുവാൻ. വായിച്ചു നോക്കണം സംഭവിച്ച കാര്യം. ദാനിയേൽ 3:27 കൊണ്ട് ഇട്ട പട്ടാളക്കാരൻ ഭസ്മമായപ്പോൾ ദൈവ പൈതൽ ആ 3 പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും, അതിലല്ല കാര്യം, അവരുടെ തലമുടി കരിയാതെയും, ദാനിയേൽ 3:27, അതിലും അല്ല കാര്യം, കാൽ ചട്ടയ്ക്ക് കേടുപറ്റാതെയും, അതിലുമല്ല കാര്യം. അടുത്ത് അവർക്ക് കൊണ്ടിട്ട പട്ടാളക്കാരെ ഭസ്മമാക്കിയ തീ ദൈവമക്കളുടെ, അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്ന് കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആമേൻ. അവരുടെ ശരീരത്തിൽ തീയുടെ മണം പോലും തട്ടിയില്ല. അതിനാണ് കഷ്ടത. ദൈവമാർ എത്ര വലിയ ശക്തൻ, എത്ര വലിയ ബലവാൻ എന്ന് നിന്നെ ഉണർത്തുവാൻ, നിനക്ക് ആ ഇരുമ്പിൻ്റെ ശക്തി നൽകുവാൻ, ആ ദൈവത്തെ നീ ഒന്നുകൂടെ അറിയുവാൻ. നിന്നെ ദാനിയേൽ സിംഹക്കബിയിൽ കുകയിൽ കിടന്ന് ഉറങ്ങി. കുകയിലിട്ട രാജാവിന് ഉറക്കം കെട്ട്. ഇതാണ് ദൈവം, ഇതാണ് ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറു വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറു വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ കാട്ടനിട്ട് പാർപ്പിടം തന്നിൽ
கைகளீர் காட்ட நிட்டு பார்ப்பிடம் தன்னில் வாணிடுന്ന நாளினாய் നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ ആമേൻ ഓട് ഇപ്പ എത്ര മൂടമേ യേശുവിനായി കുന്ന എത്ര ഭാഗ്യമേ. എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യമുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ കരം നിങ്ങൾ മേൽ പതിയും. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും. നിങ്ങൾക്ക് ഏത് കഷ്ടത നിങ്ങളെ തകർക്കുന്നുവോ ആ കഷ്ടതയെ അതിജീവിക്കാനുള്ള ദൈവബലം നിങ്ങളിൽ അവൻ ചൊരിയാൻ പോകുന്നു. ഏത് നെരുക്കത്തെയും ഏത് പ്രയാസത്തെയും ഏത് തകർച്ചയും കയ്പിനെയും നെക്കി പിഴിയപ്പെടുന്ന അവസ്ഥയും അതിജീവിച്ച് ബലവാനായി നിൽക്കുവാൻ തുണ നിൽക്കുന്ന ദൈവം, അവൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ ഇപ്പോൾ പതിയും. നിങ്ങൾ എല്ലാവരും ആത്മനിറവ് ഇപ്പോൾ പ്രാപിക്കും. നിങ്ങൾ എല്ലാവരും അന്യ ഭാഷയിൽ ഇപ്പോൾ സംസാരിക്കും. അങ്ങും ഇങ്ങ് നോക്കി നിൽക്കരുത്. അലസതയോട് നിൽക്കരുത്. അലസതയോട് ആരും നിൽക്കരുത്. അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. രോഗമോ ക്യാൻസറോ ഇറ്റ് ഡസന്റ് മാറ്റർ. അത് ഇവിടെ പ്രസക്തിയേ ഇല്ല. അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു. കെട്ടുകൾ അവൻ പൊട്ടിച്ചിരിക്കുന്നു. ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. ആമേൻ. ഉറങ്ങാൻ വിടാതെ കാണുന്ന ദുർസ്വപ്നം, പാമ്പിന്റെ സ്വപ്നം, പേയുടെ സ്വപ്നം യേശുവിൻ നാമത്തിൽ വിട്ടു പോ. ബലപ്പെടുക. കഷ്ട ദിവസത്തിൽ അവൻ ഏറ്റവും അടുത്തെത്തുണ, ഏറ്റവും അടുത്തെത്തുണ. ആത്മനിറവ് പ്രാപിക്കുക, ആത്മനിറവ് പ്രാപിക്കുക. അടങ്ങി ഒതുങ്ങി നിൽക്കരുത്. തീ ഇറങ്ങട്ടെ ഉള്ളിൽ, ഉള്ളിൽ തീ ഇറങ്ങട്ടെ. അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ. അടുത്ത് നിൽക്കുന്ന ആളെ നീ നോക്കരുതേ. രണ്ട് കൈയും ഫ്രീയായി എടുത്ത് ആമേ നൃത്തം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നൃത്തം ചെയ്യാം. നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിളിക്കാം. പാവം വിടുക, അക്രമം വിടുക, ചാരായം വിടുക, കൈക്കൂലി വിടുക, മയക്കുമരുന്ന് വിടുക, ഷാർട്ട് റൂട്ട് വിടുക, രാഷ്ട്രീയം വിടുക, ദുഷ്ടത വിടുക. യേശുവിനെ പിടിച്ചുകൊള്ളുക, യേശുവിനെ പിടിച്ചുകൊള്ളുക. നിത്യ ജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക, പിടിച്ചുകൊള്ളുക. അയ്യോ, ഞാൻ പാപിയാണോ, ഞാൻ ദുഷ്ടനാണോ, ഞാൻ കൈക്കൂലിക്കാരനാണോ, ഞാൻ കള്ളുകുടിയനാണോ? യേശുവിൻ്റെ മാർവിൽ ചാരുക. ലീൻ upon his chest now. ഇപ്പോൾ 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 യേശുവിൻ്റെ മാർവിൽ ചാരുക, ചാരുക. കൈയും കെട്ടി ഗുണ്ടയെപ്പോലെ ആരും നിൽക്കരുതേ. രണ്ട് കൈകളും ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട്, 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 ബലമായി, ബലമായി. ഇപ്പോൾ വേണ്ടത് രോഗസൗഖ്യമല്ല, ഇപ്പോൾ വേണ്ടത് 10 പണമല്ല, ഇപ്പോൾ വേണ്ടത് തിരികെ ദൈവത്തിന്റെ മൂന്നാമവൻ ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്. ജമ്പ് ആൻഡ് ഡാൻസ്, ജമ്പ് ആൻഡ് ഡാൻസ്. തുള്ളി കുതിച്ച് നൃത്തം ചെയ്യുക. സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം നിങ്ങൾക്ക് തുറക്കപ്പെടുന്നു. ഫോർ യു. നിന്റെ ഓഫീസ് ജോലിയിൽ പ്രതികൂലം ഉണ്ടാക്കുന്നവന്റെ അഡ്രസ് നീ കാണുകയില്ല. നിന്നെ നിന്ദിക്കവന്റെ വിലാസം നീ അന്വേഷിച്ചാലും കിട്ടത്തില്ല. അയ്യോ യേശുവേ, അയ്യോ യേശുവേ. എല്ലാരെയും അഭിഷേകിക്കണം. ഫിൽ എവരിവൺ, ഫിൽ എവരിവൺ, ഫിൽ എവരിവൺ. എല്ലാരെയും നിറയ്ക്കണം. ടീ 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 ടീ
ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ് ഓരോ ആളുകളിലും നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ യേശു, നിങ്ങളിൽ യേശുവിൻ്റെ ആത്മാവ്. ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. വാ തുറക്കണം, വാ തുറക്കണം. വാ പൂട്ടി വച്ചത് മതി, വാ പൂട്ടി വച്ചത് മതി. പുതു ഭാഷകളവൻ തരുന്ന് റഗാല ദന്തനദബ ലഞ്ചന പവർ, പവർ. ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി. ആമേൻ. ഇരുമ്പ്, ഇരുമ്പ്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഇരുമ്പ്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഇരുമ്പ്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഇരുമ്പ്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അയൺ ഷാർപ്പൻസ് അയൺ, അയൺ ഷാർപ്പൻസ് അയൺ. നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഉള്ളിൽ അവൻ. നീ കാൽ പതിക്കുന്ന ദേശം ഒടിക്കേണ്ടവനെ ഒടിക്കും, ഉയർത്തേണ്ടവനെ ഉയർത്തും. ആമേ. നിന്റെ നാക്കിൽ അധികാരമുണ്ട്, അധികാരമുണ്ട്. ആമേ. മരണത്തിൻ്റെയും ജീവന്റെയും അധികാരമുണ്ട്. ടീ 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 ടീ. ഓ ഓ ഓ യേശുവേ, യേശുവേ, യേശുവേ. ആമേൻ. തുടര തുടര. രണ്ട് കുട്ടികള്, രണ്ട് മരിച്ച കുട്ടികളെ പ്രസവിച്ച ഒരു യുവതി ഇവിടെ ഉണ്ട്. ഇനി നീ ജീവനുള്ള കുഞ്ഞിനെ പ്രസവിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ നാക്ക്, എന്ന് പ്രസ്താവിത്ത വൈദ്യശാസ്ത്രത്തിൻ്റെ പോക്ക് ദൈവം അടച്ച് ഇന്ന് മുതൽ മകളെ നീ അനുഗ്രഹിക്കപ്പെടുന്നു, നീ അനുഗ്രഹിക്കപ്പെടുന്നു. ആമേൻ, ആമേ. ഒരു ലിങ്സ് സ്ഥലമോ കിടന്നുറങ്ങാൻ ഒരു കൂരയോ ഇല്ലാതെ 12 ആളുകൾ ഇവിടെ ഉണ്ട്. 12 പേരെയും 12 പേരുടെ തലമുറയും ദൈവം ഇവിടെ അനുഗ്രഹിക്കുന്നേ. ടീ 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 ടീ. അഭിഷേക ടീ, അഭിഷേക ടീ, അഭിഷേക ടീ. നന്ദി, നന്ദി, നന്ദി. പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നവർ, 12ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നവർ, നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ, വിവിധ എൻട്രൻസ് മത്സര പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങി നിൽക്കുന്നവർ, വിവിധ പരീക്ഷകൾ, വിദേശത്തിലേക്ക് ഒന്ന് കടന്നുകൂടുവാനുള്ള മത്സര പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എനി ടൈപ്പ് ഏതായാലും പതുക്കെ മുമ്പിലേക്ക് വരിക. മറ്റാളുകൾ അതുപോലെ അവരുടെ സീറ്റിലിരിക്കാം. വരുമ്പോൾ ആരുടെയും ശരീരത്തിൽ നിങ്ങളുടെ കയ്യോ കാലോ അറിയാതെ തുടരുത്. പരീക്ഷയ്ക്ക് ഞാൻ നിലവിളിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോട് വേഗം 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 കൂടി നിൽക്കരുത്. അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ശരീരം തുടരുത്. വേഗം നിങ്ങളുടെ ശരീരത്തിൽ, ഈ വരുന്ന ആളുകളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ മാന്ത്രിക കുഴലോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നവർ ആരും കണ്ണു തുറക്കരുത്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇരിക്കുന്ന ആളുകളുടെ 2 കൈകളും ഉയർത്തി കൈകളെ തട്ടി. കണ്ണുകൾ തുറക്കരുത്. വരുന്നവരെ നോക്കരുത്. വരുന്നവർ വേഗം മുമ്പിൽ വരിക, വേഗം മുമ്പിൽ വരിക. ശരീരത്തിലെ രക്ഷക്കുളകൾ പൊട്ടിച്ചു കളയുക. വിഗ്രഹങ്ങളുടെ നേർച്ച കാഴ്ചകൾ ക്യാൻസൽ ചെയ്യുക. യേശുവിന് പിടികൊടുക്കുക. പ്രമോദ്, പ്രമോദ്, മൈ ഡിയർ യങ് മാൻ, പ്രമോദ്, പ്രമോദ്. മാത്തമാറ്റിക്സിൽ കടുപ്പം അനുഭവിക്കുന്ന പ്രമോദ്, പ്രമോദ്. വഴി വിട്ട് വഴി സഞ്ചരിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒരു നക്ഷത്രമായി പ്രമോദിനെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ദൈവം. പ്രമോദ്, ഏത് സബ്ജക്റ്റ് ടഫ് എന്ന് നിങ്ങൾ വിധി എഴുതിയോ, ഇന്നു മുതൽ
സ്വർഗത്തിലെ ആ സബ്ജക്റ്റിന്റെ ജ്ഞാനം പ്രമോദ് നിന്റെ തലച്ചോറിൽ ദൈവം വയ്ക്കുന്നുടാ. ഈ വന്നു നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരു ഉടമ്പടി എടുത്തുകൊള്ളുക. ഇന്ന് മുതൽ ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരു വിശ്വസ്തനായിരിക്കും, യേശുവിന് വിശ്വസ്തനായിരിക്കും. ഒരു ഉടമ്പടി എടുത്തുകൊള്ളുക. ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുത്തുകൊള്ളുക. എനിക്ക് യേശു മതി. ഞാൻ ഭാരതത്തിൽ ഉണ്ടെങ്കിൽ ഈ പുലർച്ചെ ആരാധന ഞാനും എൻ്റെ കുടുംബവും മുടക്കുകയില്ല എന്നുള്ള ഒരു ഉടമ്പടി എടുത്തുകൊള്ളുക. കരയാൻ അറിയാമോ? നിങ്ങൾക്ക് കരയാൻ അറിയാമോ? പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ കരഞ്ഞ്, അപ്പൻ്റെ മുമ്പിൽ കരഞ്ഞ്, അമ്മയുടെ മുമ്പിൽ കരഞ്ഞ്, വാദ്യാരുടെ മുമ്പിൽ കരഞ്ഞ്, ഇപ്പോൾ ദൈവമുമ്പായി കരയുക. ആമേൻ. 3 ആളുകൾ വിദേശത്തിൽ കടന്നുകൂടുവാൻ ഒരു ബെറ്റർ ജോബിന് വേണ്ടി മത്സര പരീക്ഷകൾ എഴുതാൻ പോകുന്ന 3 വ്യക്തികൾ, 3 പേർക്കും ദൈവം വിജയം നൽകുന്നേ. അഗ്നി മഴ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോട് ശക്തിയോട് 10ാം ക്ലാസ് പരീക്ഷ ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ അനുജത്തിമാരിൽ കർത്താവിൻ്റെ അമിത കൃപ ഇപ്പോൾ ഒഴുകുന്നു. ആമേൻ. Someone is crying out. എനിക്ക് അപ്പൻ ഉണ്ടെങ്കിലും അപ്പൻ ഇല്ലാത്തതുപോലെയാണ്. ഒരു തമ്പി നിലവിളിക്കുന്നു, എനിക്ക് അപ്പൻ ഉണ്ടെങ്കിലും അപ്പൻ ഇല്ലാത്തതുപോലെയാണ്. സ്വർഗമേ, അനുജനോട് കരുണ കാട്ടണമേ. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു അനുജത്തി, നിങ്ങളുടെ വീട്ടിൽ എന്നും സിനിമയും സീരിയലും പോരുമാണ്. നിങ്ങൾ നിലവിളിച്ചതുകൊണ്ട് എനിക്ക് പഠിക്കുവാൻ ദൈവം ഒരു സന്ദർഭം ഒരുക്കി തരണമേ. ഈ മകളുടെ ജീവിതത്തിൽ ഒരു റിമാർക്കബിൾ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരിലും ഇവർ ആർക്കും പിന്നിലാകരുതേ. ഇവരുടെ റൈവലിന് ഇവർ മുമ്പിലായി ജയം നൽകണമേ. യേശുവിൻ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അകട കരത്തിൽ തരുന്ന ടെൻഷൻ ഓർമ്മ കെട്ട് വീഴുന്നത് പോലെ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ട്. യു ആർ വീക്ക് ഇൻ യുവർ ഫിസിക്കൽ സ്ട്രക്ചർ. നിങ്ങൾ ശാരീരികമായി ബലഹീനത ഉള്ള കുട്ടിയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം എൻ്റെ സഹോദരി നിങ്ങളെ തുടർന്ന് ഇന്ന് വരെ അനുഭവിച്ച ബലഹീനത പറന്നു പോകുന്നു. You are becoming, you are strengthened by Holy Spirit. ദൈവത്തിൻ്റെ ബലം നൽകുന്ന ഈ 12ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളിൽ പരീക്ഷ എന്ന് പറഞ്ഞാലേ ബോധം കെട്ടി വീഴുന്ന 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്. യേശുവിൻ്റെ അത്ഭുത കരം ഈ 2 ആളുകളെ ഇപ്പോൾ തുടർന്ന് ബലപ്പെടുക. നീറ്റ് പരീക്ഷയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കൺമണികൾ അങ്ങയുടെ കരത്തിൽ തരുന്നു. ജ്ഞാനം നൽകണമേ, ബലം നൽകണമേ. മറ്റ് എല്ലാ പരീക്ഷകളിലും എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ സ്വർഗമേ കടാക്ഷിക്കണം. തീ ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ. കഷ്ടതയിൽ അവൻ നമുക്ക് തുണ, ടെൻഷനിൽ അവൻ നമുക്ക് തുണ,
പിറുപിറുപ്പിൽ കയ്പിൽ പരാജയത്തിൽ നെക്കി പിഴിയപ്പെടുന്ന അവസ്ഥയിൽ ദൈവം നമുക്ക് തുണ, യേശു നമുക്ക് തുണ. നന്ദി, 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 നന്ദി. ഇവരെ തൊട്ടതിനായി നന്ദി, തൊട്ടതിനായി നന്ദി. ഓരോ വ്യക്തികളെയും കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി. ഒരു റിമാർക്കബിൾ റിസൾട്ട് ഇവിടെ ജീവിതത്തിൽ സ്വർഗമേ കനിയാൻ പോകുന്ന കൃപയെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നപ്പാ. നന്ദി, നന്ദി, നന്ദി. പതുക്കെ പുറകിൽ അവരുടെ സ്ഥലത്തിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി കൈകളെ തട്ടി. എന്നു തീരും എൻ്റെ കഷ്ടം എന്നീ മണ്ണിലേ, അന്നു മാറും എന്നു തീരും എൻ്റെ കഷ്ടം എന്നീ മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ സുത്തരൊത്ത് പാടിക്കുമേ, അന്നു സുത്തരൊത്ത് പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനോ, എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനോ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. 2 കൊരിന്ത്യർ 1:4. കഷ്ടത്തിൽ ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് വിടുതലും അത്ഭുതവും സൗഖ്യവും ഉയർച്ചയും പ്രാപിച്ചിട്ട് മുങ്ങാനല്ല, ഓടിക്കളയുവാനല്ല. ശ്രദ്ധിപ്പിൻ, ദൈവം നിന്റെ കഷ്ടതയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്നത് കഷ്ടതയിലുള്ള വേറെ ആളുകളെ നീ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നീ സ്വന്തം അനുഭവത്തിൽ കണ്ടെത്തുവാനും, നിന്റെ കഷ്ടതയിൽ ആശ്വാസം നീ കണ്ടെത്തുവാനും, കണ്ടെത്തിയ നീ കഷ്ടതയിൽ ഇരിക്കുന്ന മറ്റാളുകളെ ആശ്വസിപ്പിപ്പാനും ദൈവം നിനക്ക് കഷ്ടത അനുവദിക്കുന്നു. ആമേൻ. 25 വർഷവും ഒരാഴ്ചയും ഞാൻ മക്കളില്ലാത്ത മലടനായിരുന്നു. ആ അനുഭവം കേംബ്രിഡ്ജിൽ പോയി 10 PhD എടുത്താലും ആ അനുഭവത്തിന് തുല്യമായി വേറൊരു അനുഭവം ഇല്ലവേ ഇല്ല. അങ്ങനെ അനേക ആളുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാൻ 500, 1000 കുട്ടികളെ ദൈവം മലട്ട് അമ്മമാർ ചുമക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നെയും കർത്താവ് വിട്ടില്ല, എന്നെയും ദൈവം അനുഗ്രഹിച്ചു. ഈ ദൈവം വലിയവൻ തന്നെയാണ്. ആമേൻ. ഇവനെ ചപ്പറത്തിൽ തൂക്കി ചുമക്കാൻ പോകരുത്, കോണവും കെട്ടി. ഇവിടെ വന്ന് വചനവും കേൾക്കും, പോകുന്ന വഴിയിലൊരു കോണവും വാങ്ങി ചപ്പറത്തിൽ തൂക്കി നടക്കുന്ന ആളുകളുണ്ട്. നിന്റെ നാശം, നിന്റെ നാശം. ഈ ദൈവത്തെ ദൈവമായി നീ കൊണ്ട് നടന്നാൽ നിന്നെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തും. ആമേൻ, ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത്
നീ ആശ്വാസം കണ്ടെത്തുവാൻ ആ ആശ്വാസം മറ്റവർക്ക് പകർന്നു കൊടുപ്പാൻ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് മനുഷ്യൻ. എന്ത് ചെയ്യും? പകരം കണ്ടെത്താൻ പറയും. പകരം. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ശൗൽ 1 സാമുവേൽ 17:38 തൻ്റെ പടയങ്കി ഊരിക്കൊടുത്ത് പകരം. പകരം. ദാവീദിന് മനസ്സിലായി ഇത് പകരമാണ്, ഇത് എനിക്ക് ചേരുന്നില്ല. ഊരി അവൻ്റെ കയ്യിലേൽപ്പിച്ചു. പകരം. രണ്ടാമത്, നീ കഷ്ടത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ രണ്ടാമത്തെ മാർഗം നിന്നെ പരിഹസിക്കും. സങ്കീർത്തനം 119:51 അഹങ്കാരികൾ നിന്നെ പരിഹസിക്കും. മൂന്നാമത്, തൻ്റെ സ്നേഹിതൻ യോബ് കഷ്ടത്തിലായി അവന് ടു കംഫർട്ട് ഹിം, ടു ഹാവ് പിറ്റി ഓവർ ഹിം, പരിതപിപ്പാൻ, സഹതപിപ്പാൻ. 3 സ്നേഹിതന്മാർ പറഞ്ഞു ഒത്ത് യോബിൻ്റെ അടുത്ത് വന്നില്ല, അകലെ നിന്ന്. ഇവൻ്റെ രൂപം മാറിയിരിക്കുന്നത് കണ്ട്, ഇവൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത് കണ്ട് ദൂരത്ത് നിന്ന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോബ് 2:11, യോബ് 2:12, യോബ് 4:7 ഒരു ചോദ്യമല്ല, ശരിക്കും ഒരു ആട്ടം ബോംബ് എടുത്ത് ജോബിൻ്റെ തലയ്ക്ക് വിട്ട്, യോബ് നിർദോഷിയായി ജീവിച്ച് നശിച്ചവൻ ആർ? Why does it happen to you? ജോബ്, നിർദോഷിയായി ജീവിച്ച് നശിച്ചവൻ ആർ? അതിൻ്റെ അർത്ഥം നിന്റെ കയ്യിരുപ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. കുറ്റം കണ്ടെത്തി. മനുഷ്യൻ പകരം നൽകും, പകരം കണ്ടെത്താൻ പറയും. യേശുവിന് പകരം അങ്ങ് വന്നാൽ മതി. പകരം പടയെങ്കി അവൻ ഊരി അവൻ്റെ കയ്യിലേൽപ്പിച്ചു. കുറച്ചാളുകൾ പരിഹസിക്കും, മറ്റവർ കുറ്റം കണ്ടുപിടിക്കും. ദൈവമോ, മകനെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവൻ. ഐസയാ 51:12. മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. അപ്പോസ്തലർ 3:14 യേശു ജീവനായകൻ. എബ്രായർ 5:9 യേശു നിത്യ രക്ഷാനായകൻ. എബ്രായർ 12:2 യേശു വിശ്വാസ നായകൻ, ക്യാപ്റ്റൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആദർ ഓഫ് ലൈഫ്, ആദർ ഓഫ് എറ്റേണൽ സൽവേഷൻ, ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്. അവസാനം 2 കൊരിന്ത്യർ 1:3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു ആശ്വാസനായകൻ, ആദർ ഓഫ് കംഫേർട്ട്. നീ ഏത് അവസ്ഥയിൽ കടന്നു പോയാലും വചനത്തെ മറക്കരുത്. അഭിഷേക് അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈടെക് ആസ്പത്രിയിൽ ഒരു ഡോക്ടറല്ല 2 ഡോക്ടർമാർ ഉള്ള ടീം, ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റ്, സാധാരണ ഗൈനക്കോളജിസ്റ്റ്, 2 പേരും ഞങ്ങളെ സഹായിച്ചു. അവസാനം വിധി എഴുതി, ഈ മോനും നിങ്ങൾക്ക് കിട്ടത്തില്ല.
അപ്പം ഇടി വീഴുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നാണ് എൻ്റെ തലയിൽ ഇടി വീണത്. അപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചത് ഒരു വചനമാണ്. നാഗൂം 1:7 എ ട്രബിൾ വിൽ നോട്ട് റൈസ് അപ്പ് ഫോർ ദി സെക്കൻഡ് ടൈം ഫോർ എ റൈറ്റിയസ് മാൻ. ഒരു ഭക്തന് ഒരു കഷ്ടത രണ്ടാം പ്രാവശ്യം പൊങ്ങി വരികയേയില്ല. ആ വചനം തന്ന ബലമാണ് എൻ്റെ അഭിഷേക് മോൻ. ആമേൻ. ചുമ്മാ കിളവി കഥകളുമായല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ദൈവം ഒറിജിനൽ ദൈവമാണ്. ഇവൻ ഏറ്റവും വലിയവനാണ്. ഇവൻ തന്നെ സത്യം. ആമേൻ. എൻ രക്ഷിതാവേ നിൻ വരവ് കാത്ത് കാത്ത് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. രക്ഷിതാവേ നിൻ വരവ് കാത്ത് കാത്ത് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോ. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ എല്ലാ നാളും. ഒരേ ഒരു കാര്യം, വളരെ ആഴമായുള്ള വചനം അല്പം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. എന്നെ അനുഗ്രഹിച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കും. റോട്ടിൽ ഇരുന്ന് തെണ്ടിയിട്ടില്ല സുന്ദർ സിംഗ്. റോട്ടിലിരുന്ന് ഭിക്ഷ യാചിച്ചിട്ടില്ല. പക്ഷേ മറ്റെല്ലാ രീതിയിലുള്ള കഷ്ടതയും 20 വയസ്സിന് അകം അനുഭവിച്ചവനാണ്. പബ്ലിക്കായി പറയത്തില്ല. എല്ലാ കഷ്ടതയും. അതുകൊണ്ടാണ് ദൈവം എന്നെ ഒരു വേലക്കാരനാക്കിയത്. ചാണകം, അതിൻ്റെ മുകളിൽ പനവോല കൊണ്ടുള്ള തടക്ക്. ഇങ്ങനെ കിടന്നപ്പോൾ ഇവൻ്റെ പേര് ചെല്ലപ്പനെന്നോ തങ്കപ്പനെന്നോ ഇടരുത്. ഇവൻ്റെ പേര് സുന്ദർ സിംഗ് എന്ന് ഇടണം. ഒരു പ്രവാചിയുടെ വാക്ക്. കാരണം അത്ര ക്വാളിറ്റി ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. ഒരു കുഞ്ഞുമോനോ ഒരു തങ്കവേലോ ഒരു കൃഷ്ണസ്വാമിയോ എന്നിടരുത്. ഇവൻ്റെ പേര് സുന്ദർ സിംഗ് എന്ന് ഇടണം. ആ വേലയ്ക്ക് വേണ്ടി 20 വയസ്സിന് മുമ്പ്, 20 വയസ്സിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് എനിക്ക് മീശ മുളച്ചത്. അത്ര കരുണ ദൈവം എനിക്ക് കാണിച്ചു. കഷ്ടതയാണോ നിനക്ക് ഈ കഷ്ടത? പക്ഷെ ഞാൻ പറയാത്തത് എൻ്റെ കഷ്ടതയെ പറഞ്ഞ് സുവിശേഷം അറിയിക്കാനല്ല, കർത്താവിൻ്റെ കഷ്ടതയെ പറഞ്ഞ് സുവിശേഷം അറിയിക്കാണ് ദൈവം എന്നെ വിളിച്ചത്. കഷ്ടതയാണോ? കരയുക, പ്രാർത്ഥിക്കുക, മർമ്മം കണ്ടെത്തുക, അവനോട് ചേരുക. നീ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് തക്ക സന്തോഷം ഇവിടെ തന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-27 അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും. അത് മറക്കരുത്. കഷ്ടം നിനക്ക് വേണ്ടിയല്ല, അവനിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി, വചനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നിങ്ങൾക്ക് വരം. ഇത് വരമാണ്. മുഖം ചൊളിക്കരുത്. ജ്ഞാനത്തിൻ്റെ വചനം ഒരു വരം, പരിജ്ഞാനത്തിൻ്റെ വചനം ഒരു വരം,
വിശ്വാസം ഒരു വരം, രോഗശാന്തി ഒരു വരം, വീര്യപ്രവൃത്തികൾ ഒരു വരം, പ്രവചനം ഒരു വരം, ആത്മാക്കളുടെ വിവേചനം ഒരു വരം, സംസാരിച്ച അന്യഭാഷ വ്യാഖ്യാനിക്കുന്നത് 9ാമത്തെ വരം. 10ാമത്തെ വരം നീതിമാന്റെ ജീവിതത്തിൽ സ്വർഗം കഷ്ടത നൽകുന്നതാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. It is a gift. Affliction in the life of a righteous man, Bible records, it is a gift. അത് ഒരു വരമാണ്. അതാണ് തൻ്റെ പൊന്ന് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് അരുളി ചെയ്തത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. കഷ്ടതയിൽ കൈവിട്ട് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. കഷ്ടതയിൽ ധൈര്യം നൽകുന്നവൻ. ഒടുവിൽ നിനക്ക് അവൻ പ്രാപിച്ച ധൈര്യം നിനക്ക് തരുന്ന ദൈവമാണ്. അതേപോലെ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് എഴുതുന്ന 1 കൊരിന്ത്യർ 10:13 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10:13 നീ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ കഷ്ടതയിൽ കൂടെ പോക്കുവഴി, ഹൗ ടു എസ്കേപ്പ്. ആത്മഹത്യ ചെയ്യാനല്ല, വിഷം കഴിക്കാനല്ല, നാട് വിടാനല്ല, മുങ്ങുവാനല്ല, തൂങ്ങിച്ചാകാനല്ല. How to escape. God has planned for you how to escape from the tribulation. പോക്കുവഴി. നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച ഏത് കഷ്ടതയിലും പോക്കുവഴി തമ്പുരാൻ ക്രിസ്തുവിന്റെ കരത്തിൽ ഉണ്ട്. പോക്കുവഴി. 1 കൊരിന്ത്യർ 10:13 യോബ് എഴുതുന്നു, ഈ കഷ്ടത വല്ലപ്പോഴമല്ല. സന്തോഷത്തോട് കേൾക്കണമേ. നാം ധ്യാനിക്കുന്നത് കഷ്ടതയെക്കുറിച്ചെങ്കിലും കേൾക്കുന്നത് സന്തോഷമാ കേൾക്കണം. യോബ് എഴുതുന്നു, വല്ലപ്പോഴമല്ല ഈ കഷ്ടത. ട്രിബുലേഷൻ എവറി മോമെന്റ്. യോബ് 7:18 മാത്രതോറും കഷ്ടത. ഹല്ലേലൂയ. മാത്രതോറും, എവറി സിംഗിൾ സെക്കൻഡ് ട്രയൽ, എവറി സിംഗിൾ സെക്കൻഡ് അഫ്ലിക്ഷൻ. മാത്രതോറും കഷ്ടത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വൻ കാരുണ്യം മാത്രതോറും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പോക്കുവഴിയും ദൈവത്തിൻ്റെ കരത്തിൽ ഉണ്ടേ. ആമേൻ. സ്തോത്രം വരുന്നില്ല. വാ തുറന്ന് കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആമേൻ. അവസാനം ഇത് നീതിമാന്റെ ഭാഗത്തിലുള്ള കാര്യം. ഇനി മറ്റാളുകളുണ്ടല്ലോ. ഒരു ചാൺ വയറാണ് അവർക്ക് ദൈവം. ഒരു ചാൺ വയറ്. പിന്നെ ചാണ് മുളം കൊണ്ട് അളന്നിങ്ങനെ കൊണ്ട് തൂക്കി നിർത്തും വിഗ്രഹങ്ങൾ. അതാണ് അവരുടെ വയറ്. ജീവനില്ലാത്ത വിഗ്രഹം അവരുടെ ദൈവം. അവരെക്കുറിച്ച് എന്താണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്? യോബ് എഴുതുന്നു, എൻ്റെ ദൈവം തൻ്റെ കോപത്തിൽ തൻ്റെ കോപത്തിൽ കഷ്ടതയെ ദുഷ്ടന് വിഭാഗിച്ചു കൊടുക്കും. മനസ്സിലായോ? God is righteous. In the meantime, God is angry. God is angry. സങ്കീർത്തനം 7:11 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ നീതിമാനാകയാൽ. 39:14 നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകയാൽ അവൻ, സങ്കീർത്തനം 7:11 ദിവസം പ്രതി കോപിക്കുന്ന ദൈവം. He is angry. My God, righteous God, is angry with the wicked daily. ദുഷ്ടനോട് എന്നും കോപിച്ചിട്ട് കഷ്ടതയെ ആളുകൾക്ക് ഇങ്ങനെ വിഭാഗിച്ചു കൊടുക്കും. യോബ് 21:17
യോബ് 21:17 ദൈവം കോപത്തിൽ കഷ്ടതയെ വിഭാഗിച്ചു കൊടുക്കുന്നു. എങ്ങനെ? ആമോസ് 3:6 യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? അത് വരച്ചെടുക്കണം. ആമോസ് 3:6 ആമോസ് പ്രവാചകൻ എഴുതുന്നു, എന്റെ ദൈവം വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ, വീടുകളിൽ, വ്യക്തികളിൽ, ഗവൺമെന്റുകളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, ഊരുകളിൽ, ഗ്രാമങ്ങളിൽ, ആളുകളിൽ ദൈവം വരുത്തിയിട്ട് അല്ലാതെ കഷ്ടത വന്ന് ഭവിക്കുമോ? അതിൻ്റെ അർത്ഥം ദൈവം വരുത്തി വീതിച്ചു കൊടുക്കുന്ന കഷ്ടതകളുമുണ്ട്, മനുഷ്യൻ തൻ്റെ കയ്യിരിപ്പ് കൊണ്ട് വരുത്തി തീർക്കുന്ന കഷ്ടതകളുമുണ്ട്. യേശുവിൻ്റെ കാലത്ത് യേശു പ്രസംഗിച്ച് അത്ഭുതം ചെയ്ത് നടന്ന ആ നാളിൽ ഒരു ചൂട് വാർത്ത. ലോക പ്രസിദ്ധമായ സിലോഗാം ടവർ കൊലാപ്സായി 18 ആളുകളുടെ തലയിൽ വീണ് അപ്പം മരിച്ചു. ലൂക്കോസ് 13:1-4 സിലോഗാം ടവർ വീണ് ആ സ്പോട്ടിൽ 18 ആളുകൾ മരിച്ചു. കഷ്ടത. അവിടെ യേശു കർത്താവ് ഉടനെ പറയുന്നു, നിങ്ങളും മാനസാന്തരപ്പെടാഞ്ഞാൽ ഇങ്ങനെ തന്നെ മരിക്കും. കോവിഡ് ദൈവം അറിയാതെയല്ല, ദൈവത്തിൻ്റെ കൺട്രോളിൽ വന്നതാണ്. ജനം ദൈവത്തോട് അടുക്കുവാൻ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ പേരും പറഞ്ഞ് അകലെന്ന്. അന്തോ പരിതാപം. സോ പിറ്റി. നിങ്ങളും മാനസാന്തരപ്പെടാഞ്ഞാൽ ഈ 18 ആളുകളുടെ തലയിൽ ടവർ വീണല്ലോ, അതുപോലെയാകും. ദൈവം വരുത്തി വയ്ക്കാതെ നഗരത്തിൽ, പട്ടണത്തിൽ അനർത്ഥം ഭവിക്കുമോ? വലിയ ഒരു പർവ്വതം, അതിൻ്റെ മുകളിൽ ഒരു ക്രൂസ് നാട്ടി, ഭക്തി കുടപ്പൂച്ച്, നടക്കുന്നിടൊക്കെ വചനവിരുദ്ധം, പാവപ്രവർത്തനം. നട്ടെടുക്കുന്നത് കുരിശാണ്, ചെയ്യുന്നതൊക്കെയും സമ്പ്രദായം, വചനവിരുദ്ധം, പാവപ്രവർത്തനം. ഉയരത്തിലിരുന്ന് ദൈവം നോക്കിയാൽ ഭൂമി വറയ്ക്കും. സങ്കീർത്തനം 104. When he looks down, the earth is shaken. When he touches, the mountain is smoking. അവൻ തൊട്ടാൽ പർവ്വതം പുകയും, അവൻ്റെ കണ്ണുകൾ വീണാൽ ആ സ്ഥലം വിറയ്ക്കും. അവൻ നോക്കിയപ്പോൾ മല തകർന്നു, കുരിശുമല തകർന്നു. ആളുകൾ പേരിട്ട് വിളിച്ചു, ഇത് ഉരുൾപൊട്ടൽ. ന്യൂയോർക്കിലുള്ള ഒരു പത്രം ഇങ്ങനെ തലക്കെട്ട് എഴുതി, God clapped, the mountain trembled. God in heaven clapped, the mountain trembled. അതാണ് സദൃശവാക്യത്തിൽ സാലമൻ രാജ എഴുതുന്നു, അവൻ കൈനീട്ടുന്നു, നീ കൂട്ടാക്കുന്നില്ല. അവൻ കൈനീട്ടുന്നു, നീ കൂട്ടാക്കുന്നില്ല. അവൻ ആലോചന പറയുന്നു, നീ തള്ളിക്കളയുന്നു. നിനക്കൊരു കഷ്ടത വരുമ്പോൾ ഇങ്ങനെ പൊങ്ങും. സാധാരണ നീരാണ്. പ്രാർത്ഥനക്കാർ പറയും, ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ സൗഖ്യം തരാം. ദൈവം പറയും, നീരല്ല, അത് ട്യൂമറാണ്, നിന്നെ കൊല്ലും, അത് കൊല്ലും. നിനക്കൊരു കഷ്ടത വന്ന് നീ കരഞ്ഞാൽ ദൈവം നിന്നെ നോക്കി കൈകൊട്ടി ചിരിക്കും. ബൈബിളിൽ ഉള്ളതാണ്, എൻ്റെ ബൈബിൾ മാത്രമല്ല. സദൃശവാക്യം 1-ാം അധ്യായം 24, 25, 26 വീട്ടിൽ പോയി മുട്ടിന്മേൽ നിന്ന് 10 പ്രാവശ്യം വായിക്കണം.
നിനക്കൊരു കഷ്ടത വന്നാൽ, ഞാൻ കൈവീട്ടുമ്പോൾ തട്ടിക്കളഞ്ഞിട്ട് നിനക്കൊരു കഷ്ടത വന്നാൽ നീ നിലവിളിച്ചാൽ ഞാൻ தமிழ் வேதாகமம் കുറച്ചുകൂടെ ஸ்ட்ராங். அங்கே சொல்லப்பட்டிருக்கிறது, தேவன் சொல்லுகிறார், நான் உன்னை பார்த்து ஆகடியம் பண்ணுவேன். இட்ஸ் a superlative than mocking. പരിഹാസത്തെക്കാൾ ഉന്നത സ്റ്റേജിലുള്ള ആഗടിയം பண்ணுவேன். സഹോദരങ്ങളെ, നാം ആരും അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. നാം വെറും തെണ്ടികളാണ്, നാം വെറും പരിഹാസികളാണ്, നാം വെറും പിശക്കാരാണ്. അവൻ ഉയരത്തിലും നാം താഴെയും അല്ലയോ അല്ലയോ. ഒരു 10 ദിനങ്ങൾക്ക് മുമ്പ് കർണാടകത്തിലെ ആനക്കൊമ്പൻ, അവൻ അങ്ങോട്ടല്ലേ ചാടാവൂ, സീതാരാമയ്യാവുടെ കൺട്രിയിലല്ലേ ചാടാവൂ. കർണാടകത്തിലെ ആനക്കൊമ്പൻ പിണറായി വിജയന്റെ നാട്ടിൽ എന്തിന് ചാടണം? അതിന് മറുപടി ബൈബിളിലുണ്ട്. 2 രാജാക്കന്മാർ 17:25 ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സിംഹങ്ങളെ ബാർ, ആനകളെ ബാർ, കടുവയെ ബാർ, പുലിയെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ആനയെ, സിംഹങ്ങളെ, കടുവയെ, പുലിയെ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ അയക്കും. എപ്പോ അയക്കും? എന്തിനയക്കും? അവിടത്തെ ആന അവിടെയാണ് പോകേണ്ടത്, ഇവിടെ വരുവാൻ ദൈവം അയച്ചതാണ്. ദൈവം അയച്ചതാണ്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 25-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇസ്രായേൽ ജനം അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ അവർ ഭയപ്പെട്ടില്ല. ആകയാൽ അവരുടെ ഇടയിൽ ഞാൻ ആനകളെ, സിംഹങ്ങളെ, കടുവയെ, പുലിയെ ഞാൻ അയക്കും. ഞാൻ അനുവദിച്ചിട്ട് വന്ന കൊമ്പനാണേ. മനസ്സിലായോ? ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ പത്രത്തിൽ? എങ്ങനെ അറിയാൻ? സീരിയൽ ഒന്നും മുടക്കല്ലേ കേട്ടോ. സീരിയൽ ഒന്നും വിടരുത്, വാർത്തകളൊന്നും കാണരുത്. ഭയപ്പെട്ടാൽ, ദൈവത്തെ ഭയപ്പെട്ടാൽ ആന ഒന്നും ഇറങ്ങത്തില്ല. ദൈവ വേലക്കാരൻ സുന്ദർ സിംഗ് ആണ് പറയുന്നത്, ദൈവത്തിൻ്റെ സീൽ ഉണ്ട്. രണ്ടാമത് ഇവിടെ നാം ധ്യാനിച്ചത് ദൈവം അനുവദിച്ചു വരുന്ന കഷ്ടത. അടുത്തത് മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന കഷ്ടത. സങ്കീർത്തനം 107:17 വചനത്തിൽ fools suffer, fools suffer, മൂഢന്മാർ കഷ്ടപ്പെടുന്നു. മൂഢന്മാർ അവനവൻ്റെ കയ്യിരിപ്പ് കൊണ്ട് ബോഷത്വം മുഖാന്തരം. ഒരു 30 ആണ്ടുകൾക്ക് മുമ്പ് കൽപ്പറ്റ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചു. ഇവിടുത്തെ നടത്തിപ്പുകാർ ഒരു മെഡിക്കൽ ഡോക്ടറുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് കണ്ണുകൾ അടച്ചപ്പോൾ ഇദ്ദേഹം മഹാമദ്യപാനി, കുപ്പിയിലല്ല കണ്ണാസിൽ വരുത്തിയാണ് ഈ ഡോക്ടർ കുടിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന അങ്ങനെ നിർത്തിയിട്ട് എൻ്റെ ജ്യേഷ്ഠനെ പോലെ, എനിക്ക് 30 വർഷത്തിന് മുമ്പ് ജ്യേഷ്ഠനെ പോലെ പറഞ്ഞു കൊടുത്ത്, ബ്രദർ കുടിക്കരുതേ, കുടിച്ചാൽ അത് നിങ്ങളെ കുടിക്കും, തലക്കുനിക്ക് പ്രാർത്ഥിച്ചിട്ട് വന്ന് വീണ്ടും ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും കൽപ്പറ്റയിൽ പോയി. അയാളെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതറിഞ്ഞല്ലോ ബ്രദർ, അയാളിപ്പോൾ ജയിലില്ല. തല കുനിക്കിയിട്ട് വിട്ടോളാമെന്ന് പറഞ്ഞിട്ട് പോയ പിറ്റേ നാൾ തന്നെ കണ്ണാസിൽ വരുത്തി കുടിച്ചിട്ട് പോയി. ഒരുത്തൻ്റെ ഇടത് കണ്ണിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട ഇവൻ വലത് കണ്ണ ചൂന്നെടുത്ത്. ഫൂൾസ് സഫർ.
അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന. മൂടൻ കഷ്ടപ്പെടുന്നു. അവസാനം നമുക്ക് സമയമായല്ലോ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യാക്കോബ് ലേഖനം 5:13 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അനുഭവിക്കണം, കഷ്ടം അനുഭവിക്കണം, അനുഭവിച്ചേ പറ്റത്തുള്ളൂ. തിമോത്തിയുസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ തമിഴ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, തീങ്ക് മകനെ അനുഭവി, എൻഡ്യുവർ അഫ്ലിക്ഷൻ, എൻഡ്യുവർ കഷ്ടം സഹിക്ക. എന്നാൽ എന്താണ്? കഷ്ടം വരുമ്പോൾ കരഞ്ഞ് 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 പള്ളിക്കും പോകരുത്, ആരാധനയ്ക്ക് പോകരുത്, ആഹാരം കഴിക്കരുത്. അതാണോ കഷ്ടം സഹിക്കുക? കഷ്ടം സഹിക്കുക. കഷ്ടം വരുമ്പോൾ ദൈവഭക്തൻ, ദൈവമക്കൾ കഷ്ടം, എൻഡ്യുവർ അഫ്ലിക്ഷൻ. എന്നാൽ 2 രാജാക്കന്മാർ 4 അധ്യായം 1 വചനം മുതൽ പ്രവാചക ശിഷ്യനും ദൈവഭക്തനുമായ ഒരു ഒറിജിനൽ വേലക്കാരൻ്റെ വിധവ, അദ്ദേഹം മരിച്ചു. കടക്കെണിയിൽ കുടുംബത്താക്കിയിട്ട് ദൈവഭക്തൻ മരിച്ചു. കടം കൊടുത്ത് കടക്കാർ വന്ന് ആ വേലക്കാരൻ്റെ 2 പിഞ്ഞു കുഞ്ഞുങ്ങളെ അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. എലീശയെ കണ്ട ഉടൻ വിധവ സ്ത്രീ പൊട്ടിക്കരയുന്നു. അങ്ങേക്കറിയാമല്ലോ, എൻ്റെ ഭർത്താവ് ദൈവഭക്തനായിരുന്നു, ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഭർത്താവ് നല്ല വർക്കർ, വീട് കടം കയറി. എന്നിട്ടും 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 ഈ സ്ത്രീ വേറൊരു ദൈവത്തെ അന്വേഷിച്ചു പോയില്ല. അവിടെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്, ദേശത്തിലെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അവൾ സത്യ ദൈവത്തിൽ തന്നെ ഊനം വെച്ച് കഷ്ടത സഹിച്ചപ്പോൾ മതിയെന്ന് പറയുന്ന നാളിൽ ഒരു നാൾ അനുഗ്രഹം നിറഞ്ഞു. ദേശത്തിലെ മറ്റ് ദൈവങ്ങൾ അന്വേഷിച്ചു പോയില്ല. ആബ്രഹാമിന് അനുഗ്രഹിക്കും, ആബ്രഹാം ഒരു അനുഗ്രഹമായി തീരുമെന്ന് വീട് വിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ദേശത്തിൽ ദൈവം എന്നെ കൊണ്ടു നിർത്തുമെന്ന് പ്രത്യാശയോട് വന്ന് ആബ്രഹാമിന് ദൈവം ഉൽപ്പത്തി 12:10 കൊണ്ടു നിർത്തിയത് ശാമത്തിൻ ദേശത്തിലാണ്. എന്നിട്ടും ആബ്രഹാമിൻ്റെ പിതാക്കന്മാർക്ക് വേറെ ദൈവങ്ങളുണ്ട്. ജോഷ 24:2 അപ്പൻ ദേറക്ക് കുമ്പിട്ട അന്യ ദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ദൈവത്തെ കണ്ടുമുട്ടി സത്യ ദൈവമെന്ന് പുറപ്പെട്ട് ഇപ്പൊ കൊണ്ടുവിട്ടിരിക്കുന്നത് അമ്പോ ക്ഷാമത്തിൻ ദേശത്തിലാണ് ആബ്രഹാം. എന്നിട്ടും പഴയ ദൈവങ്ങളെ അന്വേഷിച്ചു പോയില്ല. ഈ ദൈവം തന്നെ മതി. അതാണ് കഷ്ടം സഹിക്കാൻ. വിഗ്രഹത്തെ ആരാധിക്കുവാൻ രാജകൽപ്പന. 3 ദാനിയേലിന്റെ കൂട്ടുകാരന്മാർ 3 പേർ. അവിടെ മുമ്പിൽ ഒരു ചോദ്യം, നിങ്ങൾ ആർ മോചിക്കും? അവിടെ മറുപടി, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ മോചിക്കും. ദാനിയേൽ 3:18. ഇല്ലെങ്കിലും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, രാജാവേ, രാജാവിൻ്റെ ദേവന് ഞാൻ നമസ്കരിക്കുകയേയില്ല. ദാനിയേൽ 3:18. അത്ര ഞെരുക്കവും പ്രയാസവും തീയിലെ ചെത്തുപോകുന്ന അവസ്ഥ വന്നിട്ടും അവൻ രാജാവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കിയില്ല. എന്നെ മോചിക്കുവാൻ എനിക്കൊരു ദൈവം തക്ക സമയത്തിൽ കരം നീട്ടും. അതാണ് കഷ്ടം സഹിക്കാം. കഷ്ടം സഹിക്കാം.
നിർമ്മതനായിരിക്കുക. 2 തിമോത്തിയോസ് 4:5. നിർമ്മതനായിരിക്കുക. അത് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം. അപ്പം തമിഴിൽ നോക്കിയപ്പോൾ തെളിந்த ബുദ്ധി ഉള്ളവനായിരു. ഇംഗ്ലീഷ് കുറച്ചുകൂടെ പവർഫുൾ. കീപ് കൂൾ, കീപ് കൂൾ. തലയിൽ വാനം ഇടിഞ്ഞു വന്നാലും മക്കളെ കൂളായിരിക്കുക. കീപ് കൂൾ. അതാണ് നിർമ്മതനായിരിക്കുക, തെളിഞ്ഞ ബുദ്ധിയുള്ളവനാ ഇരിക്കുക. ഡബിൾ ചങ്കല. പീറ്റർ ഡബിൾ ചങ്കല. കൊലകാരനെ പോലെ ഡബിൾ ചങ്കല. ജയിലിൻ്റെ വാതിലിൽ 2 സേവകന്മാർ രാപ്പകൽ. പീറ്റർ പത്രോസ് കിടക്കുന്ന സ്ഥലത്ത് 4x4 റൗണ്ട് ദ ക്ലോക്ക് 4 പട്ടാളക്കാർ, 4 സ്ലോട്ട്, 6 മണിക്കൂർ മാറും. അവിടെ ഇരുമ്പ് വാതിൽ ടൈറ്റ് ലോക്ക്ഡ്. ഇത്ര കള്ളനെ പോലെ കൊണ്ട് ജയിലിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടും അപ്പോസ്തലർ 12:6 അമ്മ ഒരു കുഞ്ഞിനെ മാറിൽ കിടത്തി ഉറക്കുന്നത് പോലെ പത്രോസ് ഉറങ്ങിക്കൊണ്ട് കിടന്ന്. അതാണ് കീപ് കൂൾ. തണുപ്പുള്ള കൂളായിരിക്കുക. എന്ത് വാനം ഇടിഞ്ഞ് വീണാലും നിർമ്മതനായിരിക്കുക. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം ആരെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആകയാൽ ഞാൻ അവനോട് പ്രാർത്ഥിക്കും. ഫിലമോൻ ലേഖനത്തിൽ 1:7 ഒരു വാക്ക് ഉണ്ട്. ക്രിസ്തു നൽകുന്ന തണുപ്പ്. അത് പ്രാപിച്ചെടുക്കുക. ദൈവം നിങ്ങളെ ശക്തിയായി അനുഗ്രഹിക്കും. നമുക്ക് എഴുന്നേൽക്കാമോ? എല്ലാവരും കൈകൾ ഉയർത്തി, കൈകൾ തട്ടി ശക്തിയോടെ കേട്ട വചനം ഹൃദയത്തിൽ നട്ടുവയ്ക്കുക. കൊണ്ടുവന്ന ഭാരം കർത്താവിൻ്റെ ഭാരത്തിൽ ഇറക്കി വയ്ക്കുക സഹോദരങ്ങളെ. യേശുവിൻ്റെ പാദത്തിൽ ഇറക്കി വയ്ക്കുക. നീ കൊണ്ടുപോകരുത്, നീ മടക്കിക്കൊണ്ടു പോകരുത്. അഗ്നിമഴ വ്യാപരിക്കുന്നു. എൻ്റെ വലതുഭാഗത്ത് സൈഡ് ഹാളിൽ ഒരു വ്യക്തി മൂക്കിനകത്ത് മാംസപിണ്ഡവുമായി ഏത് ഡോക്ടറെ കാണണമെന്നുള്ള നിലവിളിയോട് നിൽക്കുന്ന വ്യക്തി, യേശു നിങ്ങളെ തൊടുന്ന് ഒരു വൈദ്യനെയും കാണാതെ ഇപ്പോൾ ആ മാംസം അലിഞ്ഞുപോകുന്നു. യേശുവിൻ നാമത്തിൽ ബ്ലഡ് സംബന്ധമായി രക്തം ബന്ധപ്പെട്ടുള്ള സകല രോഗമും, അതിൽ 2 വ്യക്തികൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വന്ന വ്യക്തികൾ, ബ്ലഡോട് ബന്ധപ്പെട്ട ഏത് രോഗമും യേശുവിൻ്റെ മഹാകൃപ, ബ്ലഡോട് ബന്ധപ്പെട്ട് ദീനത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ യേശു ഇപ്പോൾ തൊടുന്ന് സൗഖ്യം പ്രാപിക്കുക. അപ്പാ, മക്കളില്ലാതെ ഗർഭത്തിൽ മരണവാസം മുഖാന്തരം എത്തിയിരിക്കുന്ന സഹോദരികളോട് ദൈവം ഇടപെടണമേ. ജീവൻ ഇറങ്ങട്ടെ. യേശുവിൻ്റെ ജീവൻ ഇറങ്ങട്ടെ. Put the child now. In the name of Jesus, I put the child now. ഇപ്പോൾ അങ്ങുമിങ്ങ് നോക്കി നിൽക്കരുത്. ഇനി 2 മിനിറ്റ് അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം, സൗഖ്യത്തിൻ്റെ മേൽ സൗഖ്യം. യേശുവേ നന്ദി. എൻ്റെ ഉള്ളിൽ വരണമേ തമ്പുരാനേ. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ. എല്ലാ ആളുകളും നിലവിളിച്ചാട്ടെ, കരഞ്ഞാട്ടെ.
നിലവിളിച്ചാട്ടെ, കരഞ്ഞാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, 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 തീ വ്യാപരിക്കുന്നു. ആമേൻ, 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 ആമേൻ. നിൽക്കുവാൻ പോലും ഒരു സ്ഥലമില്ല, ഒരു പിടിയുമില്ല, പിടിച്ച് നിൽക്കുവാൻ ഒരു ആശ്രയമില്ല. ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി നിലവിളിക്കുന്ന അനേക ആളുകൾ, ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നിലവിളിക്കുന്ന അനേക ആളുകൾ, ഒരു വിദേശത്തിൽ കടന്നുകൂടുവാൻ നിലവിളിക്കുന്ന അനേക ആളുകൾ. ജീസസ് ഓൺലി ഹെൽപ്പ് മീ. അപ്പാ, അങ്ങയ വിശ്വസിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നെ താങ്ങുകയില്ലയോ എന്ന് നിലവിളിക്കുന്ന അനേക ആളുകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അമിത കൃപ ഇറങ്ങുന്നു. അത് അത്ഭുതങ്ങളായി മാറുന്നു, അത് അത്ഭുതങ്ങളായി മാറുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുതം, യേശുവിൻ നാമത്തിൽ അത്ഭുതം. പ്രാർത്ഥനയ്ക്കൊരു മറുപടി, പ്രാർത്ഥനയ്ക്കൊരു മറുപടി, പ്രാർത്ഥനയ്ക്കൊരു മറുപടി, പ്രാർത്ഥനയ്ക്കൊരു മറുപടി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. ഈ ഇന്ന് പ്രസ്താവിക്കപ്പെട്ട വചനം കവിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥവും വരികയില്ല. ഈ വചനം മുറുകെ പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. ആരാണ് ഈ ദവമണി? ദൈവസന്നിധിയിൽ വിട്ടു പോകരുത്. ഈ ദൈവം നിങ്ങൾക്ക് മതി, ഈ ദൈവം താങ്കൾക്ക് മതി. അഗ്നി, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്താകേണ്ടെനിക്കെത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്താകേണ്ടെനിക്കെത്ര ആനന്ദോ. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അടിനാരംഭം, ക്ഷാമം ഭൂകമ്പം അടിനാരംഭം. വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ടീ 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 അഭിഷേക ടീ, അഭിഷേക ടീ, അഭിഷേക ടീ, അഭിഷേക ടീ. ആനന്ദ നടി, ആനന്ദ നടി, ആനന്ദ നടി. സ്വർഗം തിറക്കപ്പെടും, സ്വർഗം തിറക്കപ്പെടും, സ്വർഗം തിറക്കപ്പെടുന്നു.
യേശുവിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ ഓരോ ആളുകളെയും അവൻ തൊടുന്ന് അവൻ നോക്കിയാൽ ഭൂമി വിറയ്ക്കും. കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. രോഗസൗഖ്യം, ദീനത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് തൊടേണം. തൊട്ടിരിക്കയാൽ നന്ദി. ദുഃഖത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം സൗഖ്യം നൽകണമേ. പഠിത്തത്തിൽ പിന്നിലായിരിക്കുന്ന കുഞ്ഞുങ്ങള് യേശുവിൻ നാമത്തിൽ അവർ മുന്നിലാകട്ടെ. അഗ്നി മാനമും മഹത്വവും യേശുവിൻ നാമത്തിൽ. നല്ല പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.